നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. അൻവറിന് വഴങ്ങാതെ UDF. ആര്യാടൻ ഷൗക്കത്ത് തന്നെ UDF സ്ഥാനാർത്ഥി. KPCC ഹൈക്കമാൻഡിനെ അറിയിച്ചു. LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. BJP തീരുമാനം ഇന്ന്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയും കാറ്റും. മരങ്ങൾ വീണ് ഒട്ടേറെ വീടുകൾ തകർന്നു. മലയോര മേഖലകളിൽ കനത്ത നാശം. നാളെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കളായ K രാധാകൃഷ്ണൻ, MM വർഗീസ്, AC മൊയ്തീൻ എന്നിവർ പ്രതിപ്പട്ടികയിൽ. പാർട്ടിയും കേസിൽ പ്രതി. ED നടത്തുന്നത് ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് MV ഗോവിന്ദൻ. തട്ടിപ്പിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് AC മൊയ്തീൻ. രാജ്യത്ത് കോവിഡ് വീണ്ടും ഉയരുന്നു. കേസുകളുടെ എണ്ണം 1000 കടന്നു. കേരളത്തിൽ 430 കേസുകൾ. സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിയുന്ന ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന് 20 വർഷത്തെ തടവ്. ശിക്ഷ പൊതു അവകാശ നിയമപ്രകാരം. 19 വർഷമായി ജയിലിൽ കഴിയുന്നതിനാൽ 1 വർഷത്തിന് ശേഷം റഹീമിന് പുറത്തിറങ്ങാം. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെ UDF സ്ഥാനാർത്ഥി. KPCC ഹൈക്കമാൻഡിനെ വിവരമറിയിച്ചു. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, എന്തായാലും UDFന്റെ സസ്പെൻസ് അവസാനിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിന് തന്നെ നറുക്ക് വീണിരിക്കുകയാണ് നിലമ്പൂരിൽ. ഇനി ശരിക്കും പറഞ്ഞാൽ സസ്പെൻസ് അത് PV അൻവറിൻ്റെതല്ലേ? അത് തന്നെയാണ്. ഇനി PV അൻവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം വരെയും PV അൻവർ പറഞ്ഞിരുന്നത് UDFൽ യാതൊരു ഉപാധിയുമില്ലാതെ UDF സ്ഥാനാർത്ഥി ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും തന്നെ അതിന് പൂർണ്ണമായി നിരുപാധികമായ പിന്തുണ നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചപ്പോൾ അൻവർ ചെറിയൊരു ട്വിസ്റ്റ് വരുത്തി. അതിൽ ഏത് ചെകുത്താനെ UDF സ്ഥാനാർത്ഥിയായാലും തന്റെ പിന്തുണ ആ ചെകുത്താന തന്നെയായിരിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ പിന്നെ മലക്കം മറിയുന്നൊരു കാഴ്ചയാണ്. അതായത് ആര്യാടൻ ഷൗക്കത്തിനെ, തന്റെ രാഷ്ട്രീയ പ്രതിയോഗി, എക്കാലത്തെയും തന്റെ രാഷ്ട്രീയ പ്രതിയോഗിയായിരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിനെ എതിർത്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്ന് രാവിലെ ഉണ്ടായത്. ഇത് UDFൽ കടുത്ത അതൃപ്തിയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് വലിയ രീതിയിലുള്ള അതൃപ്തിയിലും അസംതൃപ്തിയിലുമാണ് ഈ PV അൻവറിന്റെ ഈ നിമിഷ നേരം കൊണ്ടുള്ള ഈ ഒരു മലക്കം പ്രച്ചാരം. അതായത് ഒരു രാത്രി നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും PV അൻവർ ഒറ്റയടിക്ക് തന്നെ അദ്ദേഹം മലക്കം മറിയുകയാണ്. അതായത് ആര്യാടൻ ഷൗക്കത്തിന് അദ്ദേഹം പരസ്യമായി രംഗത്ത് വരുന്നു. മാധ്യമങ്ങളോടൊക്കെ തന്നെ ആര്യാടൻ ഷൗക്കത്തിന് എതിരായി അദ്ദേഹം പറയുകയും ഒക്കെ ചെയ്യുന്ന നിലപാട് വ്യക്തമാക്കുന്നു. ഒരു ഭീഷണിയുടെ സ്വരം അല്ലെങ്കിൽ ഒരു കടുത്തൊരു സമ്മർദ്ദ തന്ത്രം കോൺഗ്രസിന് മേൽ PV അൻവർ ഉയർത്തുകയാണ്. അതായത് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ മതി എന്നൊരു നിലപാട്, തന്റെ നിലപാടെന്ന രീതിയിൽ PV അൻവർ ഒന്ന് മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് ഈ അവസാന നിമിഷമാണ്. ഒരു നിർണായകമായൊരു വേളയിൽ PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടായതോടുകൂടി മുതിർന്ന നേതാക്കളൊക്കെ തന്നെ, പ്രത്യേകിച്ച് മലബാർ കേന്ദ്രീകരിച്ചിട്ടുള്ള കോൺഗ്രസിലെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള നേതാക്കൾ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഒന്നും തുടക്കം മുതൽ PV അൻവറിനെ UDFൽ എടുക്കുന്നതിനോടുള്ള കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള നേതാക്കളാണ്. ഈ അവസരത്തിൽ അവരൊക്കെ തന്നെ തലപൊക്കി രംഗത്ത് വന്നു. അങ്ങനെ ഒരു കാരണവശാലും കോൺഗ്രസ് PV അൻവറിന്റെ ഭീഷണിക്ക് വഴങ്ങാൻ പാടില്ല എന്ന് പരസ്യമായി തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള മുതിർന്ന നേതാക്കളൊക്കെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഈ ഏതെങ്കിലുമൊക്കെ സമയത്ത് PV അൻവർക്കൊപ്പം വരട്ടെ എന്ന് പറഞ്ഞിരുന്ന നേതാക്കൾ പോലും ഈ അവസാന നിമിഷം ഈ തന്ത്രം PV അൻവർ പുറത്തെടുത്തപ്പോൾ അങ്ങനെ അങ്ങ് PV അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങണ്ടെന്ന് അവർ തന്നെ നിലപാടെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് കൊച്ചിയിലെ കോൺഗ്രസിന്റെ യോഗം ചേർന്നത്. അതൊരു ഔദ്യോഗിക യോഗമൊന്നും ആയിരുന്നില്ല. മുതിർന്ന നേതാക്കളൊക്കെ കൂടി, പ്രത്യേകിച്ച് VD സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയ അടൂർ പ്രകാശ് അടക്കമുള്ള പ്രധാന നേതാക്കളൊക്കെ തന്നെയും കൊച്ചിയിൽ യോഗം ചേരുകയും അവർ അടിയന്തരമായ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നു. കാരണം ഇന്നലെ തീയതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് 24 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ആ 24 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ഡെഡ് ലൈൻ അവസാനിച്ചതോടുകൂടി അവിടെയും സമ്മർദ്ദം കയറി. കാരണം അദ്ദേഹം പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് പാലിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് അടിയന്തരമായി കൊച്ചിയിൽ യോഗം ചേർന്നു. യോഗം ചേരുമ്പോൾ അവിടെ 2 പേരുകളാണ് ഇവിടെ മുന്നിലുണ്ടായിരുന്നു. ഒന്ന് DCC അധ്യക്ഷനായിരിക്കുന്ന VS ജോയി, മറ്റൊന്ന് ആര്യാടൻ ഷൗക്കത്ത്. പക്ഷേ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തുടക്കം മുതൽ PV അൻവർ പറയുമ്പോൾ ഏറെക്കുറെ അദ്ദേഹത്തിനുള്ള സാധ്യതയും അവിടെ കൽപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അവസാന നിമിഷം ഇങ്ങനെ ഒരു തന്ത്രം PV അൻവറിന്റെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടിയാണ് ലീഗിനും ഒക്കെ കൂടിയുള്ള സാമുദായികമായ ചില പരിഗണനകളും ഒക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് മതി എന്നൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. അപ്പോൾ അൻഫിൽഡ്, പക്ഷേ സമ്മർദ്ദത്തിൽ ശരിക്കും ആയത് അൻവർ തന്നെയല്ലേ? കാരണം അൻവർ പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ MLA ആക്കാനല്ല ഞാൻ രാജിവെച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ
അപ്പോൾ പോലും ഈ ഒരു സാഹചര്യത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ അൻവർ ധൈര്യപ്പെടുമോ? അവിടെയാണ് ശ്രീജ ഒരു ചോദ്യം ഉയരുന്നത്. കാരണം ഇങ്ങനെ നിലവിൽ നമുക്കറിയാം LDF സ്വതന്ത്രനായി 2 തവണ മത്സരിക്കുന്നു, വലിയ വിജയത്തിൽ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുന്നു. LDFന്റെ പ്രത്യേകിച്ച് CPMന്റെയൊക്കെ കണ്ണിലുണ്ണിയായ ഒരു നേതാവായി, MLA ആയി, നിയമസഭാ സാമാജികനായി, എല്ലാ കാലത്തും നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒപ്പം വലം കൈയാക്കി നിന്ന ഒരു സ്വതന്ത്ര MLA ആണെങ്കിൽ കൂടി PV അൻവർ അങ്ങനെ ഒരു രാഷ്ട്രീയ പരിവേഷമായിരുന്നു. പക്ഷേ നിന്ന നിൽപ്പിലായിരുന്നു അദ്ദേഹം. വളരെ പെട്ടെന്ന് തന്നെ താൻ ഇത്രയും കാലം ആരെയാണോ തൻ്റെ പിതാവിൻ്റെ പിതൃതുല്യനായി കരുതിയിരുന്ന ആ വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ തേജോവധം ചെയ്യാമോ ആ രീതിയിൽ പരസ്യമായി, കുടുംബത്തെ ഉൾപ്പെടെ പരസ്യമായി പ്രഖ്യാപനം നടത്തിയാണ് അദ്ദേഹം. വാർത്താ സമ്മേളനം നിരന്തരം നടത്തിയാണ് ആ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഇടതു മുന്നണിയിൽ നിന്ന് അദ്ദേഹം പുറത്തോട്ട് പോവുകയും MLA സ്ഥാനം രാജിവെക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ അവസരത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് CPMനെ അല്ലെങ്കിൽ LDFനെ അവിടെ നിലം തൊടാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം UDFലേക്ക് ഉള്ള ഒരു പ്രവേശനത്തിന് വേണ്ടി അദ്ദേഹം ഇക്കാലം അത്രയും ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ അൻവർ ഈ സമയത്ത്, അതായത് UDFലേക്ക് പോകുമ്പോഴേക്കും അദ്ദേഹത്തെ UDFലേക്ക് ഔദ്യോഗികമായി എടുത്തിട്ടില്ല. പക്ഷെ അപ്പോഴും ഈ ചേർന്ന യോഗങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞത് UDFൽ താൻ ഒരു ഉപാധിയും വെക്കുന്നില്ല, നിരുപാധികമായി തന്നെ അവിടെ നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നൊക്കെ പറയുകയും അവസാന നിമിഷം അദ്ദേഹം തന്ത്രം പയറ്റുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തന്ത്രം അദ്ദേഹം പുറത്തെടുക്കുന്നു. അതായത് PV അൻവർ എന്നൊരു രാഷ്ട്രീയ നേതാവിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് നിലമ്പൂരിലൊക്കെ എത്രത്തോളം രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നത് ഏറ്റവും കൂടുതൽ അറിയാവുന്നതാണ് CPMും കോൺഗ്രസും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ലാസ്റ്റ് മൊമെന്റിൽ ഒരു തന്ത്രം പുറത്തെടുക്കുന്നു. പക്ഷേ കോൺഗ്രസ് വളരെ തന്ത്രപൂർവ്വം തന്നെ ആ ഭീഷണിക്ക് വഴങ്ങിയില്ല. അവർ ഏകപക്ഷീയമായി ഈ ആര്യാടൻ ഷൗക്കത്ത് മതി എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. അവിടെയാണ് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു ആഘാതം എന്ന രീതിയിലൊക്കെ PV അൻവറിന് രാഷ്ട്രീയം ഒരു തിരിച്ചടി അവിടെ ഉണ്ടായിരിക്കുന്നു. ഇനി PV അൻവറിന്റെ മുൻപിലുള്ളത് ഒന്നുകിൽ അദ്ദേഹം UDFനൊപ്പം നിൽക്കുക, ഈ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി അംഗീകരിക്കുക. അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതുവരെ അദ്ദേഹം ഈ ഒരു തീരുമാനത്തിലാണ്. കാരണം ഒരു ഔദ്യോഗികമായി AICCക്ക് കത്ത് കൈമാറിയതേ ഉള്ളൂ. അതിനുശേഷം AICCയുടെ നിന്നൊരു പ്രഖ്യാപനം ഉണ്ടാകണം. ആ പ്രഖ്യാപനം ഔദ്യോഗികം വന്നതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ PV അൻവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം കാത്തിരിക്കുന്നത്. എങ്കിലും അൻവർ ഇന്നെന്തായാലും മാധ്യമങ്ങളെ കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അൻവറിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് പരസ്യമായി അങ്ങനെ വൈകിപ്പിക്കാൻ തന്നെ പറയുന്നൊരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ നിലപാട് അദ്ദേഹം പറയും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ പ്രതികരണം എന്നാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്നത്. അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കുക. അതായത് തൻ്റെ എല്ലാ കാലത്തെയുമുള്ള രാഷ്ട്രീയ പ്രതിയോഗിയായിരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിന് പൂർണ്ണമായി പിന്തുണ നൽകി അദ്ദേഹത്തോടൊപ്പം ഇനി ഒരു മാസക്കാലം അവിടെ നിലമ്പൂരിൽ പ്രചാരണവുമായി ഒപ്പം നിന്ന് മുന്നോട്ട് പോവുക. അങ്ങനെ അതല്ല എങ്കിൽ അദ്ദേഹം ഈ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു ഇടയ്ക്കൊക്കെ തന്നെ രാവിലെയൊക്കെ ചർച്ചകളുണ്ടായിരുന്നു. PV അൻവർ ഒരുപക്ഷെ TMCയുടെ തന്നെ സ്വതന്ത്രനായി അവിടെ മത്സരിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാകില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് PV അൻവർ വരികയാണെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ അറിയാം, രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി അവസാനിക്കുന്നുള്ള ഒരു തീരുമാനം. അത്തരത്തിലൊരു ആത്മഹത്യാപരമായ തീരുമാനത്തിന് തൽക്കാലം PV അൻവർ മുതിരാനുള്ള സാധ്യതയില്ല. പക്ഷേ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആര്യാടൻ ഷൗക്കത്തിനൊപ്പം നിന്നുകൊണ്ട് ഒരുപക്ഷെ ഒരു വിമതനെ രംഗത്തിറക്കി മത്സരിപ്പിച്ച് തൻ്റെ സ്വാധീനം എത്രത്തോളമാണ് എന്ന് UDFന് കാട്ടിക്കൊടുക്കാം. ഇതൊക്കെയുള്ള തന്ത്രങ്ങൾ അദ്ദേഹം പയറ്റും. പക്ഷേ അങ്ങനെ ചെയ്താൽ പോലും അതും അദ്ദേഹത്തിന് നിലമ്പൂർ എന്ന ഉപതെരഞ്ഞെടുപ്പോടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അവിടെയും ഏറെക്കുറെ അവസാനിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ പോലും പിന്നെ മറ്റുള്ളത് അദ്ദേഹത്തിന് ഇനി ഒരു രാഷ്ട്രീയത്തിലേക്ക്, സംസ്ഥാന രാഷ്ട്രീയത്തിൽ അടിയുറച്ച് നിൽക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ മറ്റൊരു വിയോജിപ്പും കാണിക്കാതെ UDFനൊപ്പം നിൽക്കുക എന്ന് തന്നെയാണ് PV അൻവറിന് മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം PV അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 2 തവണ അവിടെ LDF സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ എത്രത്തോളം വോട്ടാണ് ഭൂരിപക്ഷമാണ് നേടിയത്, അതിനപ്പുറത്തേക്ക് ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് അവിടെ എത്രത്തോളം ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ പോലും അത് മുഴുവൻ PV അൻവറിൻ്റെ അക്കൗണ്ടിൽ തന്നെയാവും വരിക. മറിച്ച് ഏതെങ്കിലും രീതിയിൽ കാലുവാരുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വിമതനായി നിർന്ന് വോട്ടുകൾ സ്വാധീനിച്ച് അത് ആര്യാടൻ ഷൗക്കത്തിന് എഗെയിൻസ്റ്റായി വരികയാണെങ്കിൽ ആ വരുന്ന വോട്ടുകൾ പോലും ആര്യാടൻ ഷൗക്കത്ത് പിന്നിലോട്ട് പോവുകയാണെങ്കിൽ കൂടി അതുപോലും PV അൻവറിൻ്റെ അക്കൗണ്ടിലേ വരികയുള്ളൂ. ഇതൊക്കെ കൃത്യമായി കണക്ക് കൂട്ടി തന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ PV അൻവർ നിലപാട് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമുക്കറിയാം, പോൺഫിൽട്ട് സൂചിപ്പിച്ചു, ഈ അൻവറിന് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലം തന്നെയാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമ്പൂർണ്ണ ആധിപത്യം അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ വിജയം, അതിനുവേണ്ടി അൻവറിന് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ സമവായം അത്തരത്തിൽ എന്തെങ്കിലും സാധ്യത തേടുന്നുണ്ടോ കോൺഗ്രസ് അല്ലെങ്കിൽ UDF?
അതായത് ഇപ്പോൾ അൻവറിന് മുന്നിലാണ്, അതായത് അൻവർ സമ്മർദ്ദത്തിലായിരിക്കുന്നത് ഏറെക്കുറെ അൻവർ തന്നെയാണ്. കാരണം അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ എന്ത് നിലപാട്, ഈ നിർണായക മണിക്കൂറുകൾ അദ്ദേഹം ആ നിലപാട് പ്രഖ്യാപിച്ചേ മതിയാകൂ. അങ്ങനെ വരുമ്പോൾ അൻവർ മുന്നോട്ട് വെക്കുന്നത് മുസ്ലിം ലീഗിനെ മധ്യസ്ഥനായി നിന്നുകൊണ്ട് താൻ കുറേ നിർദ്ദേശങ്ങൾ CPM വയ്ക്കുന്നു, അല്ലെങ്കിൽ താൻ കുറേ ഉപാധികൾ വയ്ക്കുമ്പോൾ ആ ഉപാധികളൊക്കെ അംഗീകരിച്ച് താൻ UDF-നൊപ്പം നിൽക്കുന്നു എന്ന് കാണിക്കാനായി മധ്യസ്ഥനായി മുസ്ലിം ലീഗിനെ ഇടയ്ക്ക് മധ്യസ്ഥ ചർച്ചകൾക്കായി നിർത്തി, അല്ലെങ്കിൽ ലീഗിനെ മധ്യസ്ഥനായി നിർത്തി ഈ UDF-മായി ചർച്ചകൾ നടത്തി ഇനി ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ആ ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ അൻവർ, ആ ഒരു തന്ത്രമാണ് ഇപ്പോൾ അൻവർ പയറ്റുന്നത്. പക്ഷേ അതിന് മധ്യസ്ഥനായി നിൽക്കാൻ മുസ്ലിം ലീഗ് എത്രത്തോളം മുന്നോട്ട് വരുമെന്നുള്ളൊരു ചോദ്യവും നിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അൻവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിക്കാനോ അല്ലെങ്കിൽ ഒരു വിമതനെ അവിടെ ഇറക്കാനോ ഉള്ളൊരു ആ അത്തരത്തിലുള്ളൊരു കരുക്കൾ നീക്കാൻ തൽക്കാലം അൻവർ മുതിരുകയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അൻവർ ഉറപ്പായും ആര്യാടൻ ഷൗക്കത്ത്, തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗിയായിരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുകയും ഇനിയുള്ള സമയത്ത് നാളുകളിലൊക്കെ തന്നെ കടുത്തമായ മത്സര രംഗത്തേക്ക് വരികയും അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അൻവറിൻ്റെ അതായത് സ്വാധീനം എത്രത്തോളം ആയിരുന്നു നിലമ്പൂരിൽ അല്ലെങ്കിൽ മലബാർ മേഖല, അദ്ദേഹം പറഞ്ഞത് നിലമ്പൂർ മാത്രമല്ല മലബാർ രാഷ്ട്രീയത്തിൽ മുഴുവനും PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനുള്ള സ്വാധീനം എത്രത്തോളമാണ് എന്ന് CPM അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അതുകൂടി അത് മുന്നിൽ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് UDF-ലേക്കുള്ള ഒരു എൻട്രിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ഭാഗ്യ പരീക്ഷണം അല്ലെങ്കിൽ ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് അൻവറിനെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പ് ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ നിർണായകമാണ്. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായത് കാട്ടിക്കൊടുക്കുക എന്ന് തന്നെയാണ്. ഒപ്പം തന്നെയും ഇത്രയും നാൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത് VS ജോയി, അവിടുത്തെ DCC അധ്യക്ഷനായിരിക്കുന്ന VS ജോയിയുടെ പേരാണ്. പക്ഷേ VS ജോയിയെ നേരിട്ട് കണ്ട് നേരിട്ട് ഫോണിലൂടെ വിളിച്ച് പ്രതിപക്ഷ നേതാവ് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു. VS ജോയി പൂർണ്ണമായി ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണയും അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു വിഷയത്തിൽ പോലും, കാരണം ഇതിനിടയ്ക്ക് ചർച്ചകൾ ആ രീതിയിൽ നീന്നു, PV അൻവറും VS ജോയിയും തമ്മിൽ ഒരു കോക്കസ് അവിടെ ഫോം ചെയ്ത് വരുന്നു എന്ന രീതിയിലൊക്കെ ചർച്ചകളൊക്കെ വന്നു. ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ ചോദിക്കാൻ വന്നത് അതും തന്നെയായിരുന്നു. അതായത് VS ജോയി പൂർണ്ണമായും തൃപ്തനാണോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നത്. അദ്ദേഹത്തിന്റെ പേരുകൾ സ്വാഭാവികമായി ഉയർന്നു കണ്ടുകൊണ്ട് തന്നെ ആ ഒരു ആശ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടായിരുന്നിരിക്കുമല്ലോ. അതുമാത്രമല്ല VS ജോയി ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കട്ടെ എന്ന തരത്തിൽ ചില അണികൾ അല്ലെങ്കിൽ ചില നേതാക്കൾക്കിടയിൽ അത്തരത്തിലുള്ള അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. അതോടെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? അതായത് ശ്രീജ, VS ജോയിയുടെ പേരുകളായിരുന്നു അതായത് ഇവിടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കളമൊരുങ്ങുന്ന ദിവസം, അതായത് MLA എന്ന് തൻ്റെ MLA സ്ഥാനാർത്ഥിത്വം വെച്ചുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് PV അൻവർ മാസങ്ങൾക്ക് മുമ്പ് നടത്തുമ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആദ്യം പറയുന്ന പേര് ഉപാധിയില്ലാതെ താൻ UDF-മായി സഹകരിക്കും, അപ്പോഴും VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം താൻ കോൺഗ്രസിനോട് മുന്നോട്ട് വെക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ നാളുകൾ അത്രയും PV അൻവർ VS ജോയിക്കൊപ്പം ആയിരുന്നു. അങ്ങനെ അതുവരെ പിക്ചറിൽ ഇല്ലായിരുന്ന VS ജോയി പൊടുന്നനെ ഈ VS ജോയിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ അവിടെ PV അൻവർ ആയിരുന്നു. അതുവരെ നമ്മളൊരു ബൈ ഇലക്ഷൻ വരികയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുകയും അവിടെയാണ് DCC അധ്യക്ഷനായിരുന്ന VS ജോയിയുടെ പേര് PV അൻവർ തന്നെ കളത്തിലിറക്കുകയും ചെയ്തു. അങ്ങനെ ഇക്കാലം അത്രയും സജീവമായി ചർച്ചയിലുണ്ടായിരുന്ന VS ജോയി പൊടുന്നനെ ഇന്നലെ വരെ പോലും ചർച്ചയിൽ ഒന്നുകിൽ VS ജോയി അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലായിരുന്നു. സ്വാഭാവികമായി അവസാന നിമിഷം VS ജോയിയുടെ പേര് വെട്ടുമ്പോൾ അത് ഏതൊരു വ്യക്തിയായാലും നേതാവിനായാലും സ്വാഭാവികമായും അത്രത്തോളം ഒരു അതൃപ്തി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. പൂർണ്ണമായി അദ്ദേഹം സംതൃപ്തനായിരിക്കുകയുമില്ല. മാത്രമല്ല അദ്ദേഹം ഈ വിവരം പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം ഇതുവരെയും തയ്യാറായിട്ടുമില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത്, അതായത് VD സതീശൻ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചു, അദ്ദേഹവുമായി സമവായത്തിലെത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തെ യാതൊരു അസംതൃപ്തിയോ അല്ലെങ്കിൽ നീരസമോ അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല. പൂർണ്ണമായും ആര്യാടൻ ഷൗക്കത്തിനൊപ്പമാണ്, അദ്ദേഹത്തിനൊപ്പം പ്രചാരണത്തിൽ ഇറങ്ങുമെന്നൊക്കെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും ഈ 14 DCC അധ്യക്ഷന്മാർ നിലവിൽ നോക്കുമ്പോൾ ഏറ്റവും മികച്ച ഒരു DCC അധ്യക്ഷൻ കൂടിയാണ് VS ജോയി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു നീരസമോ അതൃപ്തിയോ ഒരു കാരണവശാലും ഈ നിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അത് ആഗ്രഹിക്കുന്നില്ല, അതൊരിക്കലും പാടുള്ളതുമല്ല. അതുകൊണ്ട് തന്നെ VS ജോയിയെ ഒപ്പം നിർത്തി, എല്ലാ രീതിയിലും അദ്ദേഹത്തെ ഒപ്പം നിർത്തി ഈ രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിനെ മുൻനിർത്തി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് PV അൻവറിനെ പിണക്കാതെ തന്നെ ഒരുമിച്ച് കൊണ്ടുപോയി UDF വലിയ രീതിയിൽ ഒരു മികച്ച ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ച് അങ്ങനെ LDF-ന്റെ കൈവിട്ടിരുന്ന നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കുക. അത് തന്നെയാണ് ഈ വരാൻ പോകുന്ന സെമി ഫൈനൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കോൺഗ്രസ് വിശേഷിപ്പിക്കുന്ന ഈ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ UDF-നെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് അത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ PV അൻവർ ഒഴികെ മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും UDF തയ്യാറാകാനും പോകുന്നില്ല. ശ്രീജ.
നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് തന്നെ നറുക്ക് വീണിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് UDF സ്ഥാനാർത്ഥി. KPCC ഹൈക്കമാൻഡിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അൺഫിലിറ്റ് ഡിസൂസ. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ആദ്യം തെളിഞ്ഞപ്പോൾ തന്നെ PV അൻവർ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. ജയസാധ്യത പരിഗണിച്ചാകണം സ്ഥാനാർത്ഥി നിർണയമെന്നായിരുന്നു PV അൻവർ പറഞ്ഞത്. PV അൻവറും UDF ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പറഞ്ഞ അർത്ഥം ഞാൻ UDFിലല്ലോ, അപ്പോഴും പുറത്തല്ലേ. അപ്പോൾ അത് ആ സ്ഥാനാർത്ഥി അവർ തീരുമാനിച്ച് വരട്ടെ. അല്ല, ഞാൻ പിന്തുണയല്ലല്ലോ. നമ്മൾ പിണറായിസത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ആവണം. അസോസിയേറ്റഡ് കിട്ടും. അസോസിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിൻ്റെ സ്റ്റെപ്പിൽ നിൽക്കുക എന്നുള്ളതാണ്. അതാണല്ലോ. അപ്പോൾ ആ സ്റ്റെപ്പും കൂടി ഇപ്പോഴും തുറന്നിട്ടില്ല. ഇവിടെ ആരെങ്കിലും MLA ആക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്ഥാനം ഉറപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ രാജിവെച്ചത്. ഇവിടെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇവിടെ ഞാൻ എന്തിനാണ് രാജിവെച്ചത്? ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്സിനാണ്. ആ പൊളിറ്റിക്സിന് ഉതകുന്ന കേരളത്തിലെ, പ്രത്യേകിച്ച് നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഒരു എതിർപ്പുമില്ലാത്ത, എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാവണം. ഞാൻ ആരെങ്കിലും MLA ആക്കാൻ രാജിവെച്ചതല്ല. മത്സരിക്കണമെന്ന് 8 മാസം കഴിഞ്ഞാൽ 140 സീറ്റ് വിടല്ലേ. അവിടെ വന്ന് കുത്തിത്തിരികെ മത്സരിക്കേണ്ട തെരഞ്ഞെടുപ്പല്ലത്. കൂടുതൽ വിവരങ്ങൾ TK അരവിന്ദൻ നൽകും. അരവിന്ദൻ, പിണറായിസത്തെയും മരുമോനിസത്തെയും തോൽപ്പിക്കാനാണ് താൻ രാജിവെച്ചത് എന്നാണ് അൻവർ ആവർത്തിക്കുന്നത്. പക്ഷേ UDFിന്റെ തീരുമാനം വന്നിരിക്കുന്നു. സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ അറിയിച്ചിരിക്കുന്നു. പക്ഷേ എന്ത് കാര്യത്തിനും പെട്ടെന്ന് പ്രതികരിക്കുന്ന അൻവർ ഒരു വാർത്താ സമ്മേളനം ഇതുവരെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളൊരു ചോദ്യമാണ് സ്വാഭാവികമായും എല്ലാവരുടെയും ഉള്ളിൽ ഉയരുന്നത്. തീർച്ചയായും ശ്രീജ, അൻവർ വളരെ വലിയൊരു പ്രതിഷേധത്തിൽ തന്നെയാണ്. പുറത്തേക്ക് അത് പ്രകടമാക്കുന്നില്ലെങ്കിലും അൻവർ AICCയുടെ തീരുമാനം വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഉടൻ തന്നെ പ്രതികരണം ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് എന്തായാലും AICCയുടെ തീരുമാനം വരുന്നതിനനുസരിച്ച് PV അൻവർ പ്രതികരിക്കും. അതിനിടയിലാണ് അൻവറിനെ ചുറ്റിപ്പറ്റി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും എന്നുള്ള തരത്തിലുള്ള പ്രചരണമെല്ലാം വരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള സാധ്യത വളരെ വിദൂരമാണ്. കാരണം അൻവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു സുപ്രധാന കാരണം കോൺഗ്രസ് നേതൃത്വത്തെ ഒന്നുകൂടി സമ്മർദ്ദത്തിലാക്കുക. നമുക്കറിയാം, നേരത്തെ പാലക്കാടൊക്കെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിന്നിരുന്നു. അതിനുശേഷം അൻവറിന്റെ സ്ഥാനാർത്ഥികൾ നിന്നിരുന്നു. അതിനുശേഷം പിന്നീട് കോൺഗ്രസ് നേതൃത്വവുമായുള്ള ചർച്ചകൾക്ക് ശേഷം പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് കാരണം അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കാണുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് UDFിന്റെ പ്രവേശനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഡിമാൻഡുകൾ കോൺഗ്രസ് ഉറപ്പ് കിട്ടിയാൽ അൻവർ ഇത്തരം പ്രതിഷേധങ്ങൾക്ക് പിന്മാറാൻ സാധ്യതയുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം, വരുന്ന നിലമ്പൂരിൽ വീണ്ടും അൻവറിനെ ജയിക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ല. ശരി അരവിന്ദൻ, എന്തായാലും നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോഴും ഇതുവരെ അൻവറിന്റെ പ്രതികരണം ഒന്നും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു TK അരവിന്ദൻ. മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രി അതിനായി വെല്ലുവിളിക്കുകയാണ്. UDFിന് നിലമ്പൂരിൽ വിജയം സുനിശ്ചിതമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. എന്റെ സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും, എന്റെ മുന്നണിയുടെ വിലയിരുത്തലായിരിക്കുമെന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്ര കോൺഫിഡൻസ് അല്ലേ മൂന്നാമത് വരുമെന്ന്. അപ്പൊ അത്ര കോൺഫിഡൻസ് ഉള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ ഞങ്ങൾക്ക് കോൺഫിഡൻസ്. ഞങ്ങൾ അധികാരത്തിലേക്ക് മടങ്ങി വരും. 25 പഞ്ചായത്തിലും 26 നിയമസഭയിലും UDF അധികാരത്തിലേക്ക് മടങ്ങി വരുന്നതിന്റെ സ്റ്റാർട്ടിംഗ് ആയിരിക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന കോൺഫിഡൻസ് ഞങ്ങൾക്ക്. തിരിച്ച് മുഖ്യമന്ത്രിയെ കൊണ്ട് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പറയും. ഇനി തിരിച്ച് നിങ്ങൾ ചോദിക്കുന്ന ആരാണ്? ഇപ്പം നിങ്ങൾ പറയുന്നു കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നു. കോൺഗ്രസിന് വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റുണ്ട്, ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്, ഏറ്റവും ജനകീയമായിട്ടുള്ള ആളുകളുണ്ട്. തിരിച്ച് CPIയുടെ സ്ഥാനാർത്ഥി ആരാ? എന്താ ചോദിക്കാത്തത്? ഞാൻ ഇന്ന് രാവിലെ തൊട്ട് പല വാർത്തകളുണ്ട്. രാവിലെ തൊട്ട് നിങ്ങൾ തിരിച്ചും മറിച്ചും, ചില ചാനലുകളിൽ എല്ലാവരും ഒന്നും പറയുന്നില്ല, ചില ചാനലുകൾ തിരിച്ചും മറിച്ചും കോൺഗ്രസിനകത്ത് ആ സ്ഥാനാർത്ഥി, ഈ സ്ഥാനാർത്ഥി, മറ്റേ സ്ഥാനാർത്ഥി. CPIൽ പറയാനൊരു പേര് പോലും ഇല്ല. നിങ്ങളെന്താ വാർത്തയാക്കാത്തത്? CPIന്റെ അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിരുന്ന ശ്രീ M സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ഇല്ല എന്ന് M സ്വരാജ് പറഞ്ഞു. നിലമ്പൂരുകാരനാണ് അദ്ദേഹം. നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്ന് അവിടുത്തെ ചുമതല കൊടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു. അപ്പൊ ചുമതലക്കാരന് പോലും ആത്മവിശ്വാസമില്ലാത്ത തരത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് CPM. സ്ഥാനാർത്ഥിയില്ല. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, നിലവിലുള്ള മുന്നറിയിപ്പ് എങ്ങനെയാണ്? എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? കനത്ത മഴയാണല്ലോ എല്ലായിടത്തും.
തീർച്ചയായിട്ടും ശ്രീജ, സംസ്ഥാനത്ത് 11 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. അതിനൊരു മാറ്റമുണ്ട് എന്നത് ആശ്വാസമാണ്. അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരുന്ന മറ്റ് ചില ജില്ലകളിൽ കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് വരും മണിക്കൂറുകളിൽ 3 മണിക്കൂർ സമയത്തേക്ക് ഇത്തരത്തിൽ നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തലസ്ഥാന നഗരിയിൽ മഴയ്ക്കിപ്പോൾ അല്പം ശമനമുണ്ട്. എങ്കിലും വൈകുന്നേരം പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും കുരിയാത്തിയിൽ വീടിന് മുകളിലേക്ക് പുളിമരം കടപുഴകി വീഴുകയുണ്ടായി. മറ്റൊരു വീടിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട്. 2 പോസ്റ്റുകളും കടപുഴകി വീണു ഈ ശക്തമായിട്ടുള്ള കാറ്റിൽ. ഇത്തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ ശക്തമായിട്ടുള്ള മഴയും കാറ്റും കെടുതികൾ വരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ തലസ്ഥാന നഗരിയിൽ പല സ്ഥലങ്ങളിലും പ്രധാന ഇടങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീണതും ചില്ലകൾ ഒടിഞ്ഞ് റോഡിലേക്ക് വീണതും ഗതാഗത തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും നാളെ ഇത്തരത്തിൽ മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത 5 ദിവസത്തേക്ക് ശക്തമായിട്ടുള്ള മഴ തന്നെയാവും നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരുന്നത്. ശ്രീജ. ശരി ദേവിക. വടക്കൻ കേരളത്തിൽ മഴ ശക്തമാണ്. കോഴിക്കോട് ഉൾപ്പെടെ 5 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നു. നിലമ്പൂർ വല്ലപ്പുഴയിൽ മീൻ പിടിക്കാൻ പോയ ആളെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് നഗര ഗ്രാമപ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു. വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്നലെ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് പിൻവലിച്ചിട്ടില്ല. വിവിധയിടങ്ങളിൽ ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും ശക്തമാണ്. നിലമ്പൂർ വല്ലപ്പുഴയിൽ തോട്ടിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മീൻ പിടിക്കാൻ പോയ വല്ലപ്പുഴ സ്വദേശി മനോലൻ റഷീദിനെയാണ് ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശക്തമായ മഴയിൽ പലയിടങ്ങളിലും വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കോഴിക്കോട് താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളും വടകര താലൂക്കിൽ 1 ക്യാമ്പുമാണ് തുറന്നത്. 21 കുടുംബങ്ങളിൽ നിന്നായി 75 പേരാണ് ഈ ക്യാമ്പുകളിലായി കഴിയുന്നത്. അതോടൊപ്പം ശക്തമായ കാറ്റിലും മഴയിലും നിരവധി നാശനഷ്ടമാണ് ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കനത്ത മഴയിൽ കോഴിക്കോട് പെരുവയൽ കല്ലേരി കോയങ്ങോട്ടുമ്മൽ മതിലിടിഞ്ഞ് വീണ് വീട് തകർന്നു. കോയങ്ങോട്ടുമ്മൽ ജയശ്രീയുടെ ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നത്. തൊട്ടടുത്ത വീടിന്റെ അടുക്കള ഭാഗത്തെ 10 മീറ്ററിലേറെ ഉയരമുള്ള മതിലാണ് പൂർണ്ണമായും ഇടിഞ്ഞ് ജയശ്രീയുടെ വീടിന് മുകളിലേക്ക് വീണത്. മതിൽ വീഴുന്ന സമയത്ത് 2 വീടുകളിലും വീട്ടുകാർ ഉണ്ടായിരുന്നു. എന്നാൽ ആരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വയനാടും അതിശക്തമായ മഴ തുടരുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. മേപ്പാടി ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം നിരവധി കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അതോടൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാണ്. കാസർകോട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലും ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ജില്ലാ ഭരണകൂടങ്ങളോട് അതീവ ജാഗ്രത പുലർത്താനാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. മലയോര തീരദേശ മേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പുലർത്താനും മുന്നറിയിപ്പുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ആലപ്പുഴ ബീച്ചിൽ ശക്തമായ കാറ്റിലും മഴയിലും താൽക്കാലിക കട തകർന്നു വീണ് പരിക്കേറ്റ യുവതി മരിച്ചു. പള്ളാത്തുരുത്തി സ്വദേശി നിത്യയാണ് മരിച്ചത്. കാറ്റും മഴയും ഉണ്ടായപ്പോൾ മഴ നനയാതിരിക്കാൻ കയറി നിന്ന താൽക്കാലിക കടയാണ് മറിഞ്ഞു വീണത്. ഗുരുതരമായി പരിക്കേറ്റ നിത്യയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂടെയുണ്ടായിരുന്ന ആദർശിനും പരിക്കേറ്റു. ശക്തമായ കാറ്റിലും മഴയിലും തൃശൂർ ജില്ലയിൽ വ്യാപക നാശം. അന്നമനടയിൽ റോഡിൽ വാഗമരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കിഴുപ്പിള്ളിക്കരയിൽ ബണ്ട് തകർന്നു. കടപ്പുറം പഞ്ചായത്തിൽ കടലേറ്റം രൂക്ഷമായി. മഴ കനത്തിട്ടും നഗരത്തിലെ തോടുകളും കാനകളും ശുചീകരണം നടത്താത്തതിനെതിരെ കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് കൗൺസിലർമാർ കുളവാഴകൾ തലയിലേന്തി പ്രതിഷേധം നടത്തി. ശക്തമായ കാറ്റിൽ തൃശൂർ മാള അന്നമനട റോഡിൽ വേണൂർ കവലയിൽ വാഗമരം വീണ മാള റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ശക്തമായ വെള്ളപ്പാച്ചിലിൽ തൃശൂർ കിഴുപ്പിള്ളിക്കരയിൽ മുനയം ബണ്ട് തകർന്നു. കാട്ടൂർ, താന്യം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് മുനയം ബണ്ട്. കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞതോടെയാണ് ബണ്ട് തകർന്നത്. താന്യം പഞ്ചായത്തിലെ കല്ലങ്കരമാട് പ്രദേശത്ത് തീരമിടിഞ്ഞു. തൃശൂർ കടപ്പുറം പഞ്ചായത്തിൽ കടലേറ്റം രൂക്ഷമാണ്. തീരത്തെ വീടുകളിലേക്ക് തിര അടിച്ചു കയറി. അഞ്ചങ്ങാടി വളവിൽ റോഡിലേക്കും വെള്ളം ഒഴുകിയെത്തി. കടൽഭിത്തി തകർന്നു കിടക്കുന്ന അഞ്ചങ്ങാടി വളവ്, മാളൂട്ടി വളവ്, മൂസ റോഡ്, വെളിച്ചെണ്ണപ്പടി, മുനക്കക്കടവ് എന്നിവിടങ്ങളിലാണ് കടലേറ്റം ശക്തമായത്. അതേസമയം മഴ കനത്തിട്ടും തൃശൂർ നഗരത്തിൽ വലിയ തോടുകളും കാനകളും ശുചീകരണം നടത്താത്തതിനെതിരെ കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് കൗൺസിലർമാർ കുളവാഴകൾ തലയിലേന്തി പ്രതിഷേധം നടത്തി.
ഏപ്രിൽ മാസത്തിൽ തന്നെ നടത്തുമെന്ന് പറഞ്ഞ ശുചീകരണം മെയ് മാസം കഴിയാറായിട്ടും നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ മേയറുടെ ചേംബറിലേക്ക് പ്രതിഷേധം നടത്തിയത്. അമൃത ന്യൂസ്, തൃശൂർ. ആലപ്പുഴ അമ്പലപ്പുഴയിൽ മരം വീണ വീടിന്റെ മേൽക്കൂരയും ശുചിമുറിയും തകർന്നു. 2 പേർക്ക് പരിക്കേറ്റു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 7-ാം വാർഡ് നീർക്കുന്നം കിഴക്ക് പാണുശ്ശേരിയിൽ സുകുമാരന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. തിങ്കളാഴ്ച ഉച്ചയോടെയുണ്ടായ ശക്തമായ കാറ്റിൽ പുരയിടത്തിൽ നിന്ന് മഹാഗണി കടപുഴകി വീടിന് മുകളിൽ വീഴുകയായിരുന്നു. കാറ്റിലും മഴയിലും നിന്ന് രക്ഷപ്പെടാനായി ഈ വീട്ടിൽ കയറി നിന്ന തൊഴിലുറപ്പ് തൊഴിലാളികളായ കുഞ്ഞമ്മ, ബിന്ദു എന്നിവർക്കാണ് ഓടുവീണ് തലയ്ക്ക് പരിക്കേറ്റത്. അപകട സമയത്ത് സുകുമാരനും ഭാര്യ സുജയും മകൻ സുബിനും ശബ്ദം കേട്ട് പുറത്തിറങ്ങിയതിനാൽ ദുരന്തം ഒഴിവായി. ഉരുൾപണ്ടായിരുന്നു, അവരുടെ ദേഹത്തും വീണ്. ചെറിയ ചീളൊക്കെ മൊത്തം കക്കൂസിന്റെ മൊത്തം പോയി, അടുക്കളയുടെ മൊത്തം പോയി, വടക്കേ മുറിയിടവും പോയി, ചിമ്മിനിയും പോയി, ടാങ്കും എല്ലാം പൊട്ടിപ്പോയി. ടാങ്കിന്റെ അവസ്ഥ ടാങ്ക് ഇല്ലേ, ടാങ്ക് ബാത്റൂമിന്റെ മൊത്തം പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വാഴക്കൃഷി നശിച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോഴിക്കോട് ചാത്തമംഗലത്തെ കർഷകർ. വെള്ളനൂർ, വിരിപ്പിൽ, കോട്ടോൽ താഴം, സങ്കേതം വയൽ, ചൂലൂർ പാടം എന്നിവിടങ്ങളിലെ വാഴക്കൃഷിയാണ് നശിച്ചത്. വിളവെടുക്കാനായ വാഴകൾ നിലംപൊത്തിയതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. നേന്ത്രവാഴ, ഞാലിപ്പൂവൻ എന്നിങ്ങനെ വിളവെടുക്കാനായ വാഴകളാണ് ശക്തമായ കാറ്റിലും മഴയിലും നിലംപൊത്തിയത്. വെള്ളനൂർ, വിരിപ്പിൽ, കോട്ടോൾ താഴം, സങ്കേതം വയൽ, ചൂലൂർ പാടം എന്നിവിടങ്ങളിലെ വാഴക്കൃഷിയാണ് നശിച്ചത്. വലിയ ലാഭം പ്രതീക്ഷിച്ച് ലോണും മറ്റുമെടുത്ത് ഇറക്കിയ കൃഷി നശിച്ചതോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ് ചാത്തമംഗലത്തെ കർഷകർ. വാഴ മൊത്തം പോയ സ്ഥിതിയിലാണ്. പെട്ടെന്ന് ചുഴലിക്കാറ്റെല്ലാം കൂടി വന്ന് കാറ്റും മഴയും കൂടി വന്ന് പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. മൂപ്പെത്താത്ത വാഴകൾ കൂടി ഒടിഞ്ഞു വീണതാണ് കർഷകർക്ക് കൂടുതൽ തിരിച്ചടിയാകുന്നത്. ഇതോടെ ഇവ വിപണിയിലും എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ. 800ഓളം വാഴ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പകുതിയോളം വാഴകൾ തന്നെ നശിച്ചു പോയിട്ടുണ്ട്. ആണിപ്പോലും നേന്ത്രയാണ് വെക്കത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇത്രയും നഷ്ടം ഒരു കൊല്ലം ഒക്കെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും ഭീമമായ നഷ്ടം ഉണ്ടാകുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയിൽ പലയിടത്തും വെള്ളം കയറിയെങ്കിലും പാറയിൽ ഭാഗത്ത് ജനങ്ങളെ വലച്ചത് PWD ആണ്. റോഡിന് വശത്തുനിന്ന് മരം മുറിച്ച് മാസങ്ങൾക്ക് മുൻപേ ഓടയിലേക്ക് PWD ഇട്ടു. ഇത് സമയത്ത് മാറ്റാതെ വന്നതോടെ ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു. ഫലമായി പ്രദേശത്തെ റോഡും വീടുമെല്ലാം മുഴുവൻ വെള്ളത്തിലായി. മഴക്കാലത്തിന് മുന്നേ അപകടങ്ങൾ ഒഴിവാക്കാൻ മരം വെട്ടി PWD മെഡിക്കൽ കോളേജിൽ നിന്ന് മാവൂരിലേക്ക് പോകുന്ന ആളുകളെ സഹായിച്ചു. എന്നാൽ ആ സഹായം ഇപ്പോൾ ഉപദ്രവമായി മാറി. 4 മാസം മുൻപ് മുറിച്ച മരത്തിന്റെ ഭാഗങ്ങൾ റോഡിൽ തന്നെ കൂട്ടിയിട്ടു. ചില്ലകളെല്ലാം ഓടയിലേക്കാണ് നിക്ഷേപിച്ചത്. പലതവണ മാറ്റാൻ ആവശ്യപ്പെട്ടും PWD അധികാരികളോ മറ്റ് ബന്ധപ്പെട്ടവരോ തിരിഞ്ഞു നോക്കിയില്ല. PWDക്കാർ മരം മുറിച്ചിട്ട് ഇവിടെ ബ്ലോക്കാക്കിയിട്ട് ഇത് ഞങ്ങൾ വാർഡ് മെമ്പറേയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ എന്തായാലും എൻജിനിയർ വന്ന് ക്ലിയർ ആക്കുമെന്ന് പറഞ്ഞതാണ്. ഇന്നിപ്പോൾ പല വീടുകളിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ക്ലോസറ്റൊക്കെ നടന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റോഡിനേക്കാളും താന്നിലാണ് ഡ്രെയിനേജ് ഉള്ളത്. ഈ ഡ്രെയിനേജ് നിറഞ്ഞ് ഓവർഫ്ലോ ആയിട്ടാണ് ഇപ്പോൾ റോഡിലേ പറയുന്നത്. ആ ഭാഗത്ത് പീടികയിലേക്കൊക്കെ വെള്ളം കയറുന്ന സ്ഥലമായിരുന്നത്. അത് കുറേ കാലം മുന്നേ ഉള്ളതാണ്. ഇവിടെ ഒരു ഇതും അതിനെ പറ്റിയിട്ട് ഉണ്ടായിട്ടില്ല. ഈ ഇപ്രാവശ്യം നന്നാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ ഇല്ല. പക്ഷേ ഇതിപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഇപ്പോൾ റോഡ് കനാൽ വരാൻ വേണ്ടിയിട്ട് അത് മുറിച്ചതെന്നല്ല. പക്ഷേ ഇത് എന്താണെന്നുള്ളതൊന്നും മനസ്സിലാണല്ലോ. ഇപ്പോൾ തോടിലുള്ള കനാലും അടച്ചിക്കുക. അപ്പോൾ ഒടുവിൽ സഹായം റോഡിലൂടെയുള്ള സാഹസിക യാത്രയ്ക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. ഓടകളിലൂടെയുള്ള സ്വാഭാവിക ജലമൊഴുക്കും തടസ്സപ്പെട്ടു. പ്രദേശത്ത് 100 മീറ്ററോളം റോഡ് വെള്ളത്തിനടിയിൽ. ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥ. വീടുകളിലും വെള്ളം കയറി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എത്ര ഭംഗിയായി നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതിന്റെ നേർക്കാഴ്ച കൂടിയാണ് ഈ കാണുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കാലവർഷം എത്തിയതോടെ തലസ്ഥാന നഗരം വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ആമയിഴഞ്ചാൻ തോട്ടിലടക്കം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയതോടെ വെള്ളക്കെട്ടിലാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികളും കച്ചവടക്കാരും.
ഒപ്പം ആമയിഴഞ്ചാൻ തോടിന് ഇരുവശവും താമസിക്കുന്നവർ പകർച്ചവ്യാധി ഭീഷണിയിലുമാണ്. സംസ്ഥാനത്ത് കാലവർഷം എത്തിയിട്ടും തലസ്ഥാനത്തടക്കം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഫലവത്തായിട്ടില്ല. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലടക്കം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. കോർപ്പറേഷൻ കൃത്യമായ ഇടവേളകളിൽ തോട് വൃത്തിയാക്കുന്നുണ്ടെങ്കിലും പലയിടത്തു നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളാണ് തോടിനെ മലിനമാക്കുന്നത്. ഇവിടെ ഇപ്പം വലുതായിട്ട് വേസ്റ്റ് ഒന്നും ഇവിടെ ആരും കൊണ്ട് തട്ടുന്നില്ല. ഇത് വെളിയിൽ നിന്ന് വഴി വരുന്ന വേസ്റ്റാണ്. അത് ഒരു കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു മാസം തോറും വന്ന് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വെളിയിൽ നിന്ന് ഔട്ട്സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇത് വന്ന് ഒരു മാസം ക്ലീൻ ചെയ്തിട്ട് പോകുന്നുണ്ട്. മറ്റുള്ള അലിഗേഷൻ ഒന്നും ഇവിടെ ഇപ്പം ഇല്ല. കൃത്യമായ ഇടവേളകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് കോർപ്പറേഷൻ അവകാശപ്പെടുമ്പോഴും പലയിടത്തും ശുചീകരണം നടക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ആൾക്കാർ എറിയുന്നുണ്ട്, അത് ഉറപ്പാണ്. വേസ്റ്റ് വരുന്നത് നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് പോയിട്ട് റെയിൽവേയുടെ അടിയിലോട്ട് അടിയുന്നുണ്ട്. അപ്പോൾ മഴ വരുമ്പോൾ വെള്ളം പോകാൻ ഫോഴ്സ് കുറവാണ്. അപ്പോൾ ഈ വെള്ളം ഇവിടുന്ന് ചാടി നമ്മുടെ വീട്ടിലോട്ട് കയറുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇവരിപ്പോൾ ഗ്രില്ലും വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം പോകുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളാണ് ആമയിഴഞ്ചാൻ തോട്ടിലെത്തുന്നത്. ഈ മാലിന്യങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നത്. വെള്ളം ഒഴുകിപ്പോകാൻ മാർഗമില്ലാത്തതോടെ ഒറ്റമഴയ്ക്ക് വീടുകളടക്കം മലിനജലത്തിലാകും. ഇതിന് പരിഹാരം കാണാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. വെള്ളക്കെട്ടിനൊപ്പം പകർച്ചവ്യാധിക്കും ഇത് ഇടയാക്കുന്നുണ്ട്. ഇവർ വീട്ടുകളിൽ നിന്ന് അത്ര എടുത്തോണ്ട് പോകണ ചവറ് അവിടെ കൊണ്ടുവന്ന് 9 മണിയാവുമ്പോൾ അവിടെ തട്ടും. അതിങ്ങ് ഒലിച്ചു വരും. അത് ഈ സാരി അത് ഇതൊക്കെ വന്ന് കെട്ടിക്കിടന്ന് ചിലപ്പം ഈ വേസ്റ്റൊക്കെ വന്ന് നാറും. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. കൊതു കിടക്കാൻ പറ്റില്ല. വെള്ളം കയറും. ഇതാണ്ട കണ്ടില്ലേ, ഇവിടെ കൂടെ ഇതുവരെ വരും, നിറഞ്ഞു വരും. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിന് ഒരിക്കൽ നമുക്ക് കൊടുക്കേണ്ടി വന്ന വില ഒരു ശുചീകരണ തൊഴിലാളിയുടെ ജീവനായിരുന്നു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ കണ്ണീരായിരുന്നു. ഭരണകൂടത്തിനൊപ്പം പൊതുജനങ്ങളും കൈകൊടുത്താൽ മാത്രമേ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരമാകൂ. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര, അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുംബൈയിലും കനത്ത മഴ. നഗരത്തിൽ 107 കൊല്ലത്തിനിടെയുള്ള ഏറ്റവും ഉയർന്ന അളവ് മഴയാണ് പെയ്തത്. ഇന്ന് അർദ്ധരാത്രിക്കും രാവിലെ 11 മണിക്കുമിടയിൽ ദക്ഷിണ മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ 200 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചു. മുംബൈയിലെ കൊളാബ ഒബ്സർവേറ്ററിയിൽ 295 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഇതിനു മുൻപ് ഏറ്റവും ഉയർന്ന അളവിൽ മഴ പെയ്തത് 1918-ലായിരുന്നു. വേളിയിലെ ഭൂഗർഭ മെട്രോ സ്റ്റേഷനിൽ ഉൾപ്പെടെ വെള്ളം കയറി. സാധാരണയായി ജൂൺ 2ാം വാരമാണ് മഴ മുംബൈയിൽ എത്താറുള്ളത്. എന്നാൽ ഇത്തവണ 16 ദിവസം നേരത്തെയാണ് മഴയെത്തിയത്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ കീഴടങ്ങിയ പ്രതി സുകാന്ത് സുരേഷിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കി. കൊച്ചി ജനറൽ ആശുപത്രിയിലാണ് വൈദ്യപരിശോധന നടന്നത്. വൈകിട്ടോടെ പ്രതിയെ തിരുവനന്തപുരം പേട്ട പോലീസിന് കൈമാറും. സുകാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് പ്രതി കീഴടങ്ങിയത്. വിവരങ്ങളുമായി സാരംഗ ചേരുകയാണ്. സാരംഗ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ഈ തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട സംഭവത്തിൽ നിലവിൽ ഈ പ്രതിയായിട്ടുള്ള IB ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള, അതായത് ഈ വനിതാ IB ഉദ്യോഗസ്ഥയുടെ സഹപ്രവർത്തനം കൂടിയായിട്ടുള്ള സുകാന്ത് സുരേഷ് നിലവിൽ കീഴടങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാവിലെയോടെയാണ് ഇയാൾ കീഴടങ്ങിയത്. അതായത് ഏതാണ്ട് 2 മാസങ്ങൾക്ക് ശേഷം, IB ഉദ്യോഗസ്ഥയുടെ മരണത്തിന് ശേഷം 2 മാസങ്ങൾക്ക് ശേഷമാണ് ഇയാൾ ഇന്ന് കീഴടങ്ങുന്നത്. പ്രധാനമായും അയാൾ ഇത്തരത്തിൽ ഈ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിന് ശേഷം മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു. എന്നാൽ ഇത് നടന്നിരുന്നില്ല. ഇന്ന് അതായത് ഹൈക്കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ഇത്തരത്തിൽ പ്രധാനമായും കോടതിയുടെ നിരീക്ഷണം ഈ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ ഇയാൾക്ക് പ്രഥമമായ പങ്കുണ്ട്. അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കും. അതുപോലെ തന്നെ ഉപദ്രവം, ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും നിലനിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഹൈക്കോടതി ജാമ്യം അനുവദിക്കാതിരുന്നത്. ഇതേ സാഹചര്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ സംഭവം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഇയാൾ DCP ഓഫീസിലേക്ക് എത്തുന്നതും അതുപോലെ തന്നെ DCPക്ക് മുന്നിലായിട്ട് ഇത്തരത്തിൽ കീഴടങ്ങുന്നതും. തുടർന്നാണ് ഇയാളെ കൊച്ചി സിറ്റി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ കൊച്ചിയിലെത്തി കൊച്ചിയിലെ ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിൽ അയാളുടെ വൈദ്യപരിശോധനകളൊക്കെ പൂർത്തിയാക്കി. അല്പം സമയത്തിനകം തന്നെ ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്നെത്തുന്ന പോലീസ് സംഘത്തിന് ഇയാളെ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഇയാളെ കൈമാറും. നിലവിൽ 2 മാസങ്ങൾക്ക് ശേഷമാണ് ഇയാൾ ഇത്തരത്തിൽ ഈ സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി ഇത്തരത്തിൽ ജാമ്യം നിഷേധിച്ചതോടുകൂടി അയാൾ കീഴടങ്ങുകയായിരുന്നു. ഇതിനായാലും യാതൊരു വിധത്തിലുള്ള കുറ്റബോധങ്ങളോ മറ്റോ. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ കീഴടങ്ങിയ പ്രതി സുകാന്ത് സുരേഷിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു സാരംഗ.
രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. ആകെ ആക്റ്റീവ് കേസുകൾ 1009. കേരളത്തിലാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 430 ആക്റ്റീവ് കേസുകളാണുള്ളത്. മെയ് മാസത്തിൽ സംസ്ഥാനത്ത് 2 കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആശങ്ക വേണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പുലർത്തിയാൽ മതിയെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രാവിലെ 8 മണി വരെയുള്ള കണക്കുകളാണ് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. മെയ് 19 മുതൽ കേരളത്തിൽ 335 കേസുകൾ കൂടി. രാജ്യത്താകെ മെയ് 19 ശേഷം കൂടിയത് 752 കേസുകളാണ്. 305 പേർ രോഗമുക്തരായി. മഹാരാഷ്ട്രയിൽ 209 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പേർ മരണത്തിന് കീഴടങ്ങി. ഡൽഹിയിലും കോവിഡ് കേസുകളിൽ വർധനയുണ്ടായി. ഒരു ദിവസത്തിനിടെ 90 പേർക്ക് വൈറസ് സ്ഥിരീകരിച്ചു. 104 ആക്റ്റീവ് കേസുകളാണുള്ളത്. തമിഴ്നാട്ടിൽ 69 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. ഗുജറാത്തിൽ 84, യു.പിയിൽ 15, രാജസ്ഥാനിൽ 13, ബംഗാളിൽ 12 പേർക്കും ആന്ധ്രയിൽ 4 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. രോഗികൾ എല്ലാവരും വീടുകളിൽ നിരീക്ഷണത്തിലാണ്. കോവിഡിന്റെ താരതമ്യേന വീര്യം കുറഞ്ഞ ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപശാഖകളാണ് ഇപ്പോൾ പടരുന്നത്. സാമൂഹ്യപരമായി ആർജിച്ച രോഗപ്രതിരോധ ശേഷി രോഗം ഗുരുതരമാകുന്നത് തടയുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ പ്രായമായവരും ശ്വാസകോശ രോഗങ്ങളുള്ളവരും കുഞ്ഞുങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സാധാരണയായി ലക്ഷണങ്ങൾ അത്ര ഗുരുതരമല്ലാത്തതാണ്. അണുബാധയേറ്റവർ 4 ദിവസത്തിനുള്ളിൽ സുഖം പ്രാപിക്കുന്നുണ്ട്. പനി, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, തലവേദന, ക്ഷീണം എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കൊച്ചി പുറംകടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തടിയുന്നു. 20ഓളം കണ്ടെയ്നറുകളാണ് വിവിധയിടങ്ങളിലായി തീരത്തടിഞ്ഞത്. നിരവധി കണ്ടെയ്നറുകൾ ഇപ്പോഴും കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ്. അതിനിടെ NDRF സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, നിലവിൽ ആദ്യമുണ്ടായിരുന്ന പോലെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എങ്കിൽ കൂടി ജില്ലാ ഭരണകൂടം കർശനമായ ജാഗ്രതാ നിർദ്ദേശം തന്നെയല്ലേ നൽകുന്നത്? തീർച്ചയായും ശ്രീജ, ഈ കണ്ടെയ്നറുകൾ കണ്ടെത്തിയ സമയം മുതൽ, കാണപ്പെട്ട സമയം മുതൽ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ആ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്ന് ജില്ലാ ഭരണകൂടവും മറ്റു ഉദ്യോഗസ്ഥരുമൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കണ്ടെയ്നറുകൾ സുരക്ഷിതമായി, അല്ലെങ്കിൽ ഈ പൊട്ടാത്ത കണ്ടെയ്നറുകളുണ്ട്, തകർന്നുപോയ കണ്ടെയ്നറുകളുണ്ട്, ഇവയെ സുരക്ഷിതമായി ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് പിന്നീട് നേരിടേണ്ടി ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു ദൗത്യത്തിൻ്റെ ഭാഗമായി ഇപ്പം കൊല്ലം പോർട്ടിലാണ് നമ്മളുള്ളത്. ഈ കൊല്ലം പോർട്ടിൽ ഈ കണ്ടെയ്നറുകൾ എത്തിച്ച് അവ സുരക്ഷിതമായി മാറ്റി വയ്ക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ ഇവിടെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥരും ഇതിനായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടെയ്നറുകൾ ഈ തീരദേശത്തിന് സമീപത്ത് നിന്നും കണ്ടെത്തിയ കണ്ടെയ്നറുകൾ മറ്റൊരു ബോട്ട് പോയി ആ കണ്ടെയ്നറുകൾ വലിച്ചു കൊണ്ട് ഈ തീരത്തേക്ക് അടുപ്പിക്കുക, അതായത് ഈ കൊല്ലം പോർട്ടിലേക്ക് അടുപ്പിക്കുക എന്നുള്ളൊരു നടപടിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ബോട്ടുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. തീരദേശത്തെ പല ഭാഗങ്ങളിലായി കണ്ടെത്തിയിരിക്കുന്ന കണ്ടെയ്നറുകളുടെ അടുത്തേക്കാണ് ഈ ബോട്ടുകൾ പോകുന്നത്. അവിടെ നിന്നും ഈ കണ്ടെയ്നറുകളെ അവിടെ കെട്ടിവലിച്ചുകൊണ്ട് കടൽമാർഗം തന്നെ ഈ ഒരു കൊല്ലം പോർട്ടിലേക്ക് എത്തിക്കും. ഈ പോർട്ടിൽ ഇതിനാവശ്യമായ സ്ഥലമുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതൊരു പ്രധാന ദൗത്യം തന്നെയായിരുന്നു. കാരണം ഇത് അപകടകരമായ സാഹചര്യത്തിലുള്ള കണ്ടെയ്നറുകൾ ഉണ്ട് എന്ന് ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരം കണ്ടെയ്നറുകൾ എവിടെ സൂക്ഷിക്കും എന്നൊരു ആശങ്ക ഉണ്ടായത്. ആ ആശങ്കയ്ക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ഇവ സൂക്ഷിക്കുന്നതിന് കൊല്ലം പോർട്ടിൽ തന്നെ ആവശ്യമായ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലം പോർട്ടിൽ ഇവ എത്തിച്ച് സുരക്ഷിതമാക്കുക എന്നുള്ളൊരു കർമ്മ പദ്ധതിക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കണ്ടെയ്നറുകൾ വായിച്ചുകൊണ്ടുള്ള ബോട്ടുകൾ ഇപ്പോൾ ഈ കൊല്ലം പോർട്ടിലേക്ക് എത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നു. പ്രധാനമായും ശരി സുധീഷ്, കൊച്ചി പുറംകടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു സുധീഷ് കുമാർ. സമ്മർ മൺസൂൺ സീസണുകളുടെ വസ്ത്ര ട്രെൻഡുകൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ലുലു ഫാഷൻ വീക്കിന്റെ ആദ്യ എഡിഷൻ കോഴിക്കോട് നടന്നു. 2 ദിവസങ്ങളായി നടന്ന ഫാഷൻ വീക്കിൽ ഇന്ത്യയിലെ പ്രശസ്തരായ മോഡലുകൾ അണിനിരന്നു. സമാപന ചടങ്ങിൽ ഫാഷൻ രംഗത്തെ മികവിനുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. സ്റ്റൈൽ എക്സലൻസ് മെയിൽ അവാർഡിന് അബ്രർ സഹൂറും സ്റ്റൈൽ എക്സലൻസ് ഫീമെയിൽ അവാർഡിന് അർഷീന സംഭൂളും അർഹരായി. പ്രൈഡ് ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ട സംവിധായകൻ തരുൺ മൂർത്തിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ്, ലുലു COO രഞ്ജിത്ത് രാധാകൃഷ്ണൻ, കോഴിക്കോട് മോൾ റീജിയണൽ ഡയറക്ടർ ഷെരീഫ് മാട്ടിൽ എന്നിവർ ചേർന്ന് അവാർഡ് സമ്മാനിച്ചു. വിവിധ ബ്രാൻഡുകളുടെ വസ്ത്ര ആഭരണ ട്രെൻഡുമായി തിളങ്ങിയ ഫാഷൻ വീക്ക് കാണികൾക്ക് വേറിട്ട മലയാളികൾക്ക് വേണ്ടി സ്ക്രീനിലൂടെ ഒരുപാട് കഥകൾ ഒരു
പൊന്നാട കൂടെ ഉണ്ട്. സോ അദ്ദേഹത്തെ കാലിക്കറ്റിൽ ആദ്യമായി ലുലു ഫാഷൻ വീക്ക് എത്തുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റൈൽ എക്സലൻസ് അവാർഡ് ഫീമെയിൽ. വി ഹാവ് ദ വിന്നർ വിത്ത് us, അർഷിന സുംബുൽ. ഒരു നല്ല കൈയ്യടി